നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ക്ഷീര കർഷകർക്ക് കേരള ബാങ്കുമായി ചേർന്ന് വായ്പ ലഭ്യമാക്കുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. ഫോക്കസ് ബ്ലോക്ക് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും ക്ഷീര കർഷക അവാർഡ് വിതരണവും തൊടുപുഴയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഉപഭോക്താവിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി IAS. തൊടുപുഴ നഗരസഭ 7ാം വാർഡിൽ പണികഴിപ്പിച്ച വനിതാ വികസന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടത്തി. നഗരസഭ ചെയർപേഴ്സൺ സബീന ബിഞ്ചു ഉദ്ഘാടനം നിർവഹിച്ചു. ശാസ്ത്ര സാങ്കേതിക വഴികളിലെ പുതുപുത്തൻ ആശയങ്ങളുമായി ഇന്നൊവേഷൻ എക്സ്പോ എൻജിനെക്സ് 2025 വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്നു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KK രാജൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ റിപ്പബ്ലിക് ദിന പരേഡിൽ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ NCC ബാൻഡ് അംഗങ്ങളെ തൊടുപുഴ മർച്ചന്റ് യൂത്ത് വിങ്ങും തൊടുപുഴ മുനിസിപ്പാലിറ്റിയും സോക്കർ സ്കൂളും നാഷണൽ കേഡറ്റ്സ് കോർപ്സ് ന്യൂമാൻ കോളേജും ചേർന്ന് ആദരിച്ചു. തൊടുപുഴ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസ്സി ആന്റണി യോഗം ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ക്ഷീര കർഷകർക്ക് കേരള ബാങ്കുമായി ചേർന്ന് വായ്പ ലഭ്യമാക്കുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. ഫോക്കസ് ബ്ലോക്ക് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും ക്ഷീര കർഷക അവാർഡ് വിതരണവും തൊടുപുഴയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഫോക്കസ് ബ്ലോക്ക് പദ്ധതി ക്ഷീര ഉൽപാദന രംഗത്ത് മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. തൊടുപുഴ റിവർവ്യൂ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വാഴൂർ സോമൻ MLA അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. സംസ്ഥാനത്തെ ക്ഷീര കർഷകർക്ക് സാമ്പത്തിക പിന്തുണ ഉറപ്പാക്കാൻ കേരള ബാങ്കുമായി ചേർന്ന് വായ്പ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. ഫോക്കസ് ബ്ലോക്ക് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും ക്ഷീര കർഷക അവാർഡ് വിതരണവും തൊടുപുഴയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ എല്ലാ ക്ഷീര കർഷകർക്കും സബ്സിഡി ആനുകൂല്യം ലഭിക്കാൻ വരുമാന പരിധി ഒഴിവാക്കുന്നത് പരിഗണിക്കുമെന്നും ഫോക്കസ് ബ്ലോക്ക് പദ്ധതി ക്ഷീരോത്പാദന രംഗത്ത് മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പലപ്പോഴും ഒട്ടേറെ ആൾക്കാർ പറയുന്നു ക്ഷീര കർഷകർ പലരും ഈ മേഖലയിൽ നിന്ന് പിന്നോട്ട് പോകുന്നു എന്നുള്ളത്. ഒരുപക്ഷെ തീറ്റയുടെ വില കുറച്ച് കൂടുതലാണ് എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് നല്ലതുപോലെ അറിയാം. നമ്മുടെ കേരളത്തിൽ തീറ്റ നമുക്ക് കൂടുതൽ ഉത്പാദിപ്പിക്കുവാൻ പറ്റാത്തൊരവസ്ഥയാണ്. സ്ഥല സൗകര്യമില്ല. നമ്മുടെ പ്രിയപ്പെട്ട MLA ചില സ്ഥലം ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്. അത് നമുക്ക് ഇവിടുത്തെ ജില്ലാ ഓഫീസറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സ്ഥാപനത്തെ സമീപിക്കുവാൻ ഒക്കുമെങ്കിൽ കുടുംബശ്രീ കൊണ്ട്, ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്ഷീരസംഘങ്ങൾ വളരെ സമൃദ്ധമായ നിലയിൽ നിങ്ങൾ പാലൊക്കെ കൂടുതൽ എടുക്കുന്ന ക്ഷീരസംഘങ്ങളുണ്ട്. അത്തരത്തിലുള്ള ക്ഷീരസംഘങ്ങൾ നമ്മുടെ ഈ സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് നിങ്ങളുടെ നേതൃത്വത്തിൽ തന്നെ അവിടെ കൃഷി ചെയ്യാനുള്ള സംവിധാനം ഇന്ന് ചെയ്യണം. ഞാൻ അങ്ങനെ പറയുവാൻ കാരണം പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഫോക്കസ് ബ്ലോക്ക് പദ്ധതിക്ക് തുടക്കമിട്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തെ 50 ബ്ലോക്ക് പഞ്ചായത്തുകളാണ് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ജില്ലയിൽ നിന്ന് ഇളംദേശം, അടിമാലി, കട്ടപ്പന, വാത്തിക്കുടി, നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തുകളിലുമാണ് പദ്ധതി നടപ്പിലാക്കുക. 2024-2025 ക്ഷീര സഹകാരി അവാർഡ്, ഡോക്ടർ വർഗീസ് കുര്യൻ അവാർഡ്, മികച്ച ക്ഷീര കർഷകർക്കുള്ള ക്ഷീര കർഷക ക്ഷേമനിധി അവാർഡ്, ക്ഷീരസംഘം ജീവനക്കാർക്കുള്ള അവാർഡ് വിതരണവും മന്ത്രി നിർവഹിച്ചു. തൊടുപുഴ റിവർവ്യൂ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പീരുമേട് MLA വാഴൂർ സോമൻ അധ്യക്ഷത വഹിച്ചു. തൊടുപുഴ നഗരസഭാ ചെയർപേഴ്സൺ സബീന ബിഞ്ചു, ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ്, അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ, തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനി സാബു, കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കുസുമം സതീഷ്, ക്ഷീര കർഷക ക്ഷേമനിധി ചെയർമാൻ VP ഉണ്ണികൃഷ്ണൻ, എറണാകുളം മേഖല ക്ഷീരോത്പാദക സഹകരണ സംഘം ചെയർമാൻ വത്സലൻ പിള്ള, തിരുവനന്തപുരം മേഖല ക്ഷീരോത്പാദക സഹകരണ സംഘം ചെയർമാൻ മണി വിശ്വനാഥ്, CPI ജില്ലാ സെക്രട്ടറി K. സലീംകുമാർ,
ഉപ്പുതറ ആപ്കോസ് പ്രസിഡന്റ് ജോൺസൺ KK, മച്ചിപ്ലാവ് ആപ്കോസ് പ്രസിഡന്റ് പോൾ മാത്യു, വലിയ തോവാള ആപ്കോസ് പ്രസിഡന്റ് അജേഷ് മോഹനൻ നായർ, ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ മിനി R എന്നിവർ സന്നിഹിതരായി. ക്ഷീരവികസന ഡയറക്ടർ ശാലിനി ഗോപിനാഥ് സ്വാഗതവും ക്ഷീര കർഷക ക്ഷേമനിധി CEGC കൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഉപഭോക്താവിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ V. വിഘ്നേശ്വരി IAS. ലോക ഉപഭോക്തൃ അവകാശ ദിനാഘോഷം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കളക്ടർ. പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഉപഭോക്തൃ അവകാശങ്ങൾ എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് ഷിജി ജോസഫ് ക്ലാസ് എടുത്തു. വാണിജ്യ വ്യാപാര രീതികൾ മാറിവരുന്ന ഇക്കാലത്ത് ഉപയോക്താക്കൾ അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണമെന്നും അവ സംരക്ഷിക്കപ്പെടണമെന്നും ജില്ലാ കളക്ടർ V. വിഘ്നേശ്വരി പറഞ്ഞു. ലോക ഉപഭോക്തൃ അവകാശ ദിനാഘോഷം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കളക്ടർ. ആ ഭക്ഷണം നമ്മൾ ഏത് രീതിയിൽ കഴിക്കുന്നുണ്ടോ ആ രീതിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. ഭക്ഷണം നമ്മൾ ഒത്തിരി മാത്രം കഴിച്ചാൽ പിന്നെ 40 വയസ്സിൽ വരും എൻ്റെ നടുവേദനയാണ്, എനിക്ക് മുട്ട് വയ്യ, എനിക്ക് നടക്കാൻ പറ്റത്തില്ല, അങ്ങനെയൊക്കെ പറയും. പക്ഷേ അത് നമ്മുടെ അകത്തേക്ക് എന്താ പോകുന്നുണ്ടോ ദാറ്റ് വിൽ ബി റിഫ്ലെക്റ്റഡ്. ഓക്കെ, സോ ഇങ്ങനെ ഒരു ഹെൽത്തി കോൺഷ്യസ് ആയിട്ട് ഞാൻ കഴിക്കുമെന്നുള്ളത് എല്ലാവരും നമ്മോട് തന്നെ പ്രതിജ്ഞ ചെയ്തോളൂ. ആർക്കും വേണ്ടിയല്ല, നമുക്ക് വേണ്ടി, നമ്മുടെ ജീവിതത്തിന് വേണ്ടി. നമുക്ക് സന്തോഷമായിട്ട് ചുറ്റിക്ക് ഇറങ്ങണ്ടേ, സന്തോഷമായിട്ട് ഈ അഡ്വഞ്ചർ കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ. ഈ 40 വയസ്സിൽ തന്നെ എനിക്ക് പ്രായമായി അങ്ങനെ ഫീൽ ചെയ്താൽ എങ്ങനെയാവും? ഓക്കെ, സോ ഇത് ഈ കൺസ്യൂമർ ഡേയുടെ ഭാഗമായിട്ട് വാട്ട് എവർ വി കൺസ്യൂം വി ആർ റെസ്പോൺസിബിൾ ഫോർ ഇറ്റ്. എത്രമാത്രം നമുക്ക് കൊടുക്കുന്നവർ റെസ്പോൺസിബിളോ അതേപോലെ ഉൾക്കൊള്ളിക്കുന്നവരും ഉത്തരവാദിത്തപ്പെട്ടവരാണ്. പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഉപഭോക്തൃ അവകാശങ്ങൾ എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് ഷിജി ജോസഫ് ക്ലാസ് എടുത്തു. അളവ്, തൂക്കം, ഉപഭോക്തൃ അറിവിലേക്ക് എന്ന വിഷയത്തിൽ ലീഗൽ മെട്രോളജി വകുപ്പ് ഉദ്യോഗസ്ഥ അനുമോൾ റോയ് വിവരങ്ങൾ പങ്കുവച്ചു. ശുചിത്വ മിഷൻ റിസോഴ്സ് പേഴ്സൺ ബാബു സെബാസ്റ്റ്യൻ സുസ്ഥിര ജീവിത ശൈലിയിലേക്കുള്ള ശരിയായ മാറ്റം എന്ന വിഷയം അവതരിപ്പിച്ചു. പൈനാവ് ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികൾ, പൊതുജനങ്ങൾ, സിവിൽ സപ്ലൈസ് ജീവനക്കാർ തുടങ്ങിയവർ സെമിനാറിൽ പങ്കെടുത്തു. ഉപഭോക്തൃ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഓൺലൈൻ മത്സരത്തിൽ അടിമാലി സർക്കാർ ഹൈസ്കൂൾ, പഴയരിക്കണ്ടം സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവർ 1ാം സ്ഥാനം പങ്കിട്ടു. അടിമാലി സ്കൂളിൽ നിന്ന് S. ഗൗരി, കല്യാണി, മീനാക്ഷി മനോജ് എന്നിവരാണ് മത്സരത്തിൽ പങ്കെടുത്തത്. പഴയരിക്കണ്ടം സ്കൂളിൽ നിന്ന് ടെഫിൻ റോബിൻ, വൈഗ സന്തോഷ് എന്നിവർ പങ്കെടുത്തു. 2ാം സമ്മാനം തൊടുപുഴ APJ അബ്ദുൽ കലാം സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ നേടി. സ്കൂളിനെ പ്രതിനിധീകരിച്ച് ഫയാസ് ജുനൈദ്, സഫ്വാൻ ഷാജഹാൻ എന്നിവരാണ് പങ്കെടുത്തത്. 3ാം സമ്മാനം സർക്കാർ VHSS മൂന്നാർ, സെന്റ് ഫിലോമിനാസ് HS ഉപ്പുതറ എന്നീ സ്കൂളുകൾ നേടി. മൂന്നാർ സ്കൂളിൽ നിന്ന് വിശ്വജിത് M, റിയോ പെറ്റ്സൺ എന്നിവർ മത്സരിച്ചു. ഉപ്പുതറ സ്കൂളിൽ നിന്ന് കൈലാസ് P. അജേഷ്, സൗവർണിക, അനീഷ് ശങ്കർ എന്നിവർ പങ്കെടുത്തു. വിജയികൾക്ക് കളക്ടർ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. പരിപാടിയിൽ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ഷൈജു P. ജേക്കബ് അധ്യക്ഷത വഹിച്ചു. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് വത്സമ ചിറ്റിടിച്ചാലിൽ, കൺസ്യൂമർ വിജിലൻസ് ഫോറം അംഗം PS അനിത, ജില്ലാ സപ്ലൈ ഓഫീസർ ബൈജു K. ബാലൻ, ജില്ലാ സപ്ലൈ ഓഫീസ് സീനിയർ സൂപ്രണ്ട് ബൈജു V. എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. തൊടുപുഴ നഗരസഭ 7ാം വാർഡിൽ പണികഴിപ്പിച്ച വനിതാ വികസന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ സബീന ബിഞ്ചു ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് കൗൺസിലർ മുഹമ്മദ് അഫ്സൽ അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ കൗൺസിലർമാർ, ഉദ്യോഗസ്ഥർ, പൊതുജനങ്ങൾ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. തൊടുപുഴ നഗരസഭ 7ാം വാർഡിൽ പണികഴിപ്പിച്ച വനിതാ വികസന കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. നിരവധി വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ സബീന ബിഞ്ചു വനിതാ വികസന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ വനിതാ വികസന കേന്ദ്രത്തെ സംബന്ധിച്ച് കൗൺസിലിൽ ചർച്ച വന്ന് ഇതെവിടെ വയ്ക്കണമെന്ന് ആലോചിച്ചപ്പോൾ തന്നെ അദ്ദേഹം ആവശ്യപ്പെട്ട് എൻ്റെ ഇങ്ങനെ ഒരു അംഗൻവാടിയോട് ചേർന്ന് തന്നെ സ്ഥലം കിടക്കുന്നുണ്ട്, നമുക്ക് നമ്മുടെ വനിതകൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായി എനിക്കൊരു കെട്ടിടം തരണം എന്ന് ആവശ്യപ്പെടുകയും അത് നഗരസഭ കൗൺസിൽ ഒന്നടങ്കം ആ ആവശ്യം പരിഗണിച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ തീർത്തിട്ടുള്ളത്. തീർച്ചയായും നമ്മുടെ 35 വാർഡുകളിലും വനിതകൾക്ക് പ്രയോജനപ്രദമാകുന്ന തരത്തിലുള്ള സ്ഥാപനങ്ങൾ വരണം എന്ന് തന്നെയാണ് നമ്മുടെ കൗൺസിലിൻ്റെ മുഴുവനായിട്ടുള്ള ആവശ്യവും. തീർച്ചയായും അത് വേണ്ടുന്ന നടപടി ഉടനെ നമ്മൾ സ്വീകരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ കൗൺസിലർ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ വനിതകൾക്ക് ഏറ്റവും പ്രയോജനപ്രദമാകുന്ന തരത്തിൽ വന്ന് അവരുടെ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഇന്ന് നമ്മുടെ ജീവിത വരുമാനം വളരെയേറെ വർദ്ധിച്ച ഈ സാഹചര്യത്തിൽ നമുക്ക് വനിതകൾക്ക് കൂടി ഒരു വരുമാന മാർഗം ഉണ്ടെങ്കിലേ ഇന്ന് നമ്മുടെ എല്ലാവരുടെയും കുടുംബം കഴിഞ്ഞു പോകൂ.
എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് നമ്മളെല്ലാം കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ വനിതകൾക്ക് കൂടി ഒരു സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടി, അതിന് അഭ്യസ്ത വിദ്യരാകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്തരം ഒരു ഇടം എല്ലായിടത്തും ആവശ്യമാണ്. അതിനുവേണ്ടി മുൻകൈയെടുത്ത് ഇന്നിവിടെ ഈ സ്ഥാപനം തുടക്കം കുറിച്ച് തന്ന നമുക്ക് വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകമായി നമുക്കൊരു സ്ഥാപനം ഇവിടെ വനിതാ വികസന കേന്ദ്രം എന്ന പേരിൽ ഇവിടെ തുടക്കം കുറിച്ച് തന്ന നമ്മുടെ കൗൺസിലറോട് ഏറ്റവും ആദ്യം തന്നെ ഈ അവസരത്തിൽ അഭിനന്ദനം അറിയിക്കുന്നു. വാർഡ് കൗൺസിലർ മുഹമ്മദ് അഫ്സൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭയിൽ നിന്നും ഇത്തരത്തിൽ മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു വനിതാ വികസന കേന്ദ്രത്തിന് ഒരു ഫണ്ട് ലഭ്യമാകുമെന്ന് അറിയിച്ചപ്പോൾ കൗൺസിലിൽ ആ പണം എൻ്റെ വാർഡിലേക്ക് തരണമെന്നും ഇവിടെ അതിന് അനുയോജ്യമായൊരു സ്ഥലമുണ്ടെന്നും ചൂണ്ടിക്കാട്ടി അത് ആ ഭരണസമിതി അതിന് എല്ലാ കൗൺസിലർമാരും കൂടി നമുക്ക് അനുമതി നൽകി മറ്റ് ഉദ്യോഗസ്ഥരുടെ തലത്തിലുള്ള വലിയ സഹായങ്ങൾ ഉള്ളതുകൊണ്ടാണ്, എല്ലാവരുടെയും കൂട്ടായ ഒരു പ്രവർത്തനം കൊണ്ടാണ് നമുക്കിത് ഇവിടെ യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചത്. നഗരസഭയിലെ നമ്മളുമായി ബന്ധപ്പെട്ട വനിതകൾക്ക് ഇനിയുള്ള കാലഘട്ടങ്ങളിൽ അവർക്ക് വരുന്ന ഏതൊരു ആവശ്യങ്ങൾക്കും സൗജന്യമായിട്ട് അവർക്ക് ഉപയോഗിക്കാവുന്ന തരത്തിലേക്കുള്ള ഒരു ദീർഘവീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത്തരത്തിലൊരു കെട്ടിടം ഇവിടെ പണി കഴിപ്പിച്ചത്. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ജി രാജശേഖരൻ, കൗൺസിലർമാരായ ജോസ് മഠത്തിൽ, സിജി റഷീദ്, KKR, കവിത അജി, ശ്രീലക്ഷ്മി, സുദീപ് എന്നിവരും മുനിസിപ്പൽ ഉദ്യോഗസ്ഥർ, ആശാ വർക്കർ, ADS ചെയർപേഴ്സൺ, വാർഡിലെ ജനങ്ങൾ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും സമഗ്ര ശിക്ഷ കേരളയുടെയും നേതൃത്വത്തിൽ അറക്കുളം BRC ബ്ലോക്ക് തല പഠനോത്സവം പൂച്ചപ്ര ഗവൺമെന്റ് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ചു. യോഗം വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മോഹൻദാസ് പുതുശ്ശേരി ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ പോൾ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. അറക്കുളം AEO ആഷിമോൾ കുര്യാച്ചൻ, അറക്കുളം BPC സിനി സെബാസ്റ്റ്യൻ എന്നിവരടക്കം നിരവധി വ്യക്തികൾ പങ്കെടുത്തു. മാതാപിതാക്കളും കുട്ടികളും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ ഈ പഠനോത്സവത്തിന്റെ ഭാഗമായി. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും സമഗ്ര ശിക്ഷ കേരളയുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പഠനോത്സവത്തിന്റെ അറക്കുളം BRC ബ്ലോക്ക് തല പഠനോത്സവം പൂച്ചപ്ര ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ പോൾ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ച യോഗം വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മോഹൻദാസ് പുതുശ്ശേരി ഉദ്ഘാടനം ചെയ്തു. LP വിഭാഗം കുട്ടികളുടെ കവിതാ സമാഹാരമായ മുത്തുമണികളുടെ പ്രകാശനം അറക്കുളം AEO ആഷിമോൾ കുര്യാച്ചനും, UP വിഭാഗം സർഗാത്മക രചന പ്രകാശനം അറക്കുളം BPC സിനി സെബാസ്റ്റ്യനും നിർവഹിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് TD വിശ്വനാഥൻ, SMC ചെയർമാൻ S പ്രമോദ്, CRC കോർഡിനേറ്റർ വിനീത് ചന്ദ്രൻ എന്നിവർ ആശംസകൾ നേർന്നു. സ്കൂൾ ഹെഡ്മാസ്റ്റർ NK ഷനോജ് കുമാർ സ്വാഗതവും SRG കോർഡിനേറ്റർ KK സവിത നന്ദിയും രേഖപ്പെടുത്തി. തുടർന്ന് ക്ലാസ് തല പഠനോത്സവവും കോർണർ തല പഠനോത്സവവും സംഘടിപ്പിച്ചു. മാതാപിതാക്കളും കുട്ടികളും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ ഈ പഠനോത്സവത്തിന്റെ ഭാഗമായി. ന്യൂസ് ബ്യൂറോ, പൂച്ചപ്ര. ശാസ്ത്ര സാങ്കേതിക വഴികളിലെ പുതുപുത്തൻ ആശയങ്ങളുമായി ഇന്നൊവേഷൻ എക്സ്പോ എഞ്ചിനീയറിംഗ് 2025 വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്നു. അമേരിക്കൻ സൊസൈറ്റി ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് കേരള സെക്ഷന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച എക്സ്പോ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KK രാജൻ ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്ര സാങ്കേതിക വഴികളിലെ പുതുസാധ്യതകളും ആശയങ്ങളുമായി അമേരിക്കൻ സൊസൈറ്റി ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് കേരള സെക്ഷൻ ASME വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ഇന്നൊവേഷൻ എക്സ്പോ എഞ്ചിനെക്സ് 2025 വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്നു. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസ്ഥാനത്തെ വിവിധ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിന്നുമുള്ള 60ഓളം പ്രോജക്ട് പ്രസന്റേഷനുകളും പേപ്പർ പ്രസന്റേഷനുകളും എക്സ്പോയിൽ അവതരിപ്പിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KK രാജൻ എക്സ്പോയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. The ASME standards are well known to all the branches of all the engineers belonging to all branches, and especially the standards, ASME standard for design, fabrication, quality control, quality assurance, in-service inspection, life extension. In all areas of engineering today, the ASME and ASME sections or the design course are playing a dominant role. And I am very happy that ASME has a very active section in Kerala, and the Kerala chapter is headed by a very efficient and very enthusiastic engineer, Mr. V. Rajendran Nair, and the deputy chair, Mr. Lijo Paul, and they are very active and organizing a Enginex
ASME Project Expo and also a paper presentation competition today. ASME കേരള സെക്ഷൻ ചെയർമാൻ വി രാജേന്ദ്രൻ നായർ, വൈസ് ചെയർമാൻ ഡോക്ടർ ലിജോ പോൾ, വൈസ് പ്രിൻസിപ്പൽ സോമി പി മാത്യു, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗം മേധാവി ഡോക്ടർ കെ ഷൺമുഖേഷ്, ASME ഫാക്കൽറ്റി കോർഡിനേറ്റർ ഡോക്ടർ അരവിന്ദ് എസ്, വിശ്വജ്യോതി സ്റ്റുഡൻസ് സെക്ഷൻ ചെയർമാൻ എഫ്രി എം പ്രിൻസ് എന്നിവർ പ്രസംഗിച്ചു. കൺവെർട്ടബിൾ വീൽചെയർ കം ബെഡ്, ബയോഗ്യാസും പെട്രോളും ഉപയോഗിച്ച കൃഷി ആവശ്യങ്ങൾക്ക് ഉപകരിക്കുന്ന വാഹനം, വന്യജീവി ആക്രമണം തടയുന്നതിനുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിരീക്ഷണ സംവിധാനം, ജലാശയങ്ങളിലെ പ്ലാസ്റ്റിക് മാലിന്യം നീക്കം ചെയ്യുന്നതിനുള്ള അക്വാ ട്രാഷ് കളക്ടിംഗ് മെഷീൻ, കരിയില പൊടിച്ച കൃഷി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഡ്രൈ ലീഫ് ഷ്രെഡിംഗ് മെഷീൻ തുടങ്ങിയവ ശ്രദ്ധേയമായിരുന്നു. എഞ്ചിനീയറിംഗ് രംഗത്തെ സുസ്ഥിര വികസനം, വ്യാവസായിക രംഗത്തെ നവീകരണവും ഇടപെടലും, മനുഷ്യ ശാക്തീകരണത്തിനുള്ള നൂതന സാങ്കേതിക വിദ്യകൾ തുടങ്ങിയ വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള ക്ലാസുകളും ചർച്ചകളും എക്സ്പോയുടെ ഭാഗമായി നടന്നു. വിവിധ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും സാങ്കേതിക രംഗത്തെ പ്രൊഫഷണലുകളും പങ്കെടുത്തു. ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങളായ ലീബ വർഗീസ്, ഡോക്ടർ വിനോജ് കെ, ഡോക്ടർ അരുൺ കെ ആർ, വിദ്യാർത്ഥികളായ ജിഷ്ണു ശ്രീകുമാർ, ഏഞ്ചല എൽസ ജോബി എന്നിവർ നേതൃത്വം നൽകി. ഇത് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പാരലൈസ് ആയിട്ടുള്ള രോഗികൾക്ക് വേണ്ടി ഒരു ഓട്ടോമാറ്റിക് ബെഡഡ് ആയിട്ടുള്ള ഒരു സെറ്റപ്പാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതായത് അവർക്ക് വേറെ യാതൊരു ആളുടെ ഹെൽപ്പില്ലാതെ തന്നെ ബെഡിൽ നിന്ന് അവർക്ക് മറ്റു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാനും തിരിച്ചു വന്ന് കിടക്കാനും വേണ്ടിയുള്ള ഓട്ടോമാറ്റിക് ഒരു സെറ്റപ്പാണ് വിദ്യാർത്ഥികളോട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ പ്രോജക്റ്റിൻ്റെ പിന്നിലുള്ള കാരണം എന്നുള്ളത് നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏകദേശം അല്ലെങ്കിൽ രാജ്യം തന്നെ എടുക്കുകയാണെങ്കിൽ ഏകദേശം 10% ആൾക്കാർ തന്നെ തളർന്നു നിൽക്കുകയാണ്. അവരെ ശുശ്രൂഷിക്കാൻ വേണ്ടി നമുക്ക് ഒരാളെ എടുത്ത് വീൽ ചെയറിലേക്ക് ആക്കുക, അല്ലെങ്കിൽ വീൽ ചെയറിൽ നിന്ന് എടുത്ത് ബെഡിലേക്ക് ആക്കിയാൽ മാത്രമാണ് അവർ നമുക്ക് ശുശ്രൂഷിക്കാൻ പറ്റുള്ളൂ. അത് കാരണം നമുക്ക് ഷോൾഡർ പെയിൻ, ശരീരവേദന എല്ലാം ഉണ്ടാകുന്നത്. ആ ചാലഞ്ചിനെ ഞങ്ങൾ മറികടക്കാൻ വേണ്ടിയാണ് ഞങ്ങളുടെ പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഈ പ്രൊജക്റ്റിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് തന്നെ ഈ വീൽ ചെയറും ബെഡും ഒരുമിച്ച് ഞങ്ങൾ ഇൻറ്റഗ്രേറ്റ് ചെയ്താണ് ഈ പ്രൊജക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് തന്നെ ബെഡിൻ്റെ പൊസിഷനിൽ ഇരിക്കുമ്പോൾ തന്നെ സെൽഫായിട്ട് കൺട്രോൾ ചെയ്തോ അല്ലെങ്കിൽ വേറൊരാൾ കൺട്രോൾ ചെയ്തോ ഈ ബെഡിൻ്റെ ഒരു ഭാഗം വീൽ ചെയറായിട്ട് കൺവേർട്ട് ചെയ്യണം. അങ്ങനെ കൺട്രോൾ ചെയ്യുമ്പോൾ നമുക്ക് എടുത്തു വെക്കുന്നുള്ള ആ ട്രാൻസിഷൻ, അതായത് ബെഡ് ടു വീൽ ചെയർ ട്രാൻസിഷൻ നമുക്ക് ഒഴിവാക്കുകയും നേഴ്സിംഗ് ഓപ്ഷൻസും അത് കെയർ ഗിവിങ് ഓപ്ഷൻസ് എല്ലാം കൂടുതൽ ഇൻക്രീസ് ആയി അതിന് കൂടുതൽ ഹെൽപ്പ് ആവുകയും ചെയ്യും. ഞങ്ങളിവിടെ ചെയ്തേക്കുന്ന പ്രോജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോഗ്യാസ് ഫ്യൂവലിൽ ഓടുന്ന നോർമൽ ഒരു IC എഞ്ചിനാണ്. പെട്രോൾ എഞ്ചിനെ ബയോഗ്യാസ് ഫ്യൂവലിൽ ഓടിക്കാനായിട്ട് മോഡിഫൈ ചെയ്ത് ഒരു യൂട്ടിലിറ്റി വെഹിക്കിളായിട്ട് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിന് ഉപയോഗിക്കാനായിട്ട് മോഡിഫൈ ചെയ്തെടുത്തതാണ് ഞങ്ങളുടെ വെഹിക്കിൾ. എഞ്ചിൻ ഫ്യൂൽ ഇഞ്ചക്ടർ വെച്ച് വർക്ക് ചെയ്യുന്ന ഒരു IC എഞ്ചിനാണ്. അതിൻ്റെ അകത്ത് 2 ഇഞ്ചക്ടേഴ്സ് ഉണ്ട്. ബയോഗ്യാസ് ടാങ്കിൽ നിന്ന് ബയോഗ്യാസ് വന്ന് ഒരു ഇഞ്ചക്ടർ വഴി മാനിഫോൾഡിലോട്ട് കൊടുക്കും. അതുപോലെ തന്നെ ഇപ്പുറത്തെ ഇഞ്ചക്ടർ ഫ്യൂവൽ ടാങ്കിൽ നിന്ന് ഫ്യൂവൽ കൊടുക്കും. അത് എന്നിട്ട് ഇത് ECU വഴി നമുക്ക് ഫ്രണ്ടിൽ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ബയോഗ്യാസിലോട്ടും ഫ്യൂവലിലോട്ടും ഷിഫ്റ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ഇതിൻ്റെ മെക്കാനിസം ശരിക്കും ബയോഗ്യാസ് ഫ്യൂവൽ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ ചേഞ്ച് ചെയ്യാൻ പറ്റും. റണ്ണിങ്ങിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് ബയോഗ്യാസ് കൊടുത്തേക്കുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കൺട്രോൾ ടെക്നിക്ക് വെച്ച് ഓപ്പറേറ്റ് ചെയ്യുന്ന വീൽ ചെയറാണ്. മെയിനായിട്ട് വോയിസ് കൺട്രോൾ, പിന്നെ ജോയ്സ്റ്റിക് കൺട്രോൾ, അതല്ലാണ്ട് ബൈസ്റ്റാൻഡർക്ക് എക്സ്റ്റേണലായിട്ട് ഒരു സ്വിച്ച് വെച്ചും ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. വോയിസ് കൺട്രോൾ നമ്മൾ സിമ്പിൾ വോയിസ് കമാൻഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഫോർവേഡ് ബാക്ക്വേഡ് എന്നുള്ള സിമ്പിൾ വോയിസ് കമാൻഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് വെച്ച് മൂവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കൈയൊക്കെ തളർന്ന് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ജോയ്സ്റ്റിക്ക് ചൊടിയാൻ പറ്റില്ല. അതിന് പകരമായിട്ട് ഇൻ കേസ് ഇനി വോയിസ് കൺട്രോൾ അല്ലാണ്ട് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് എക്സ്റ്റേണലായിട്ടൊരു ജോയ്സ്റ്റിക്ക് ഉണ്ട്. ജോയ്സ്റ്റിക്ക് വെച്ച് വീൽ ചെയർ റൺ ചെയ്യാൻ പറ്റും. Be very careful within 20 centimeters. So the traditional mobility is like wide games have caused many hindrances for the lives of the blind people. So in our projects we have the obstacle detection, water level detection and a panic button. So here this is the panic button, and when the panic button is pressed, it sends a distress message to emergency contact via the telegram mode. Also shares the GPS location of the user. And also we have a water level detection which is used to measure the water level and alerts by audio feedback, and also the obstacle detection. It also provides an audio alert. My
മൈക്രോ കൺട്രോളേഴ്സിലായിട്ട് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് സി പ്രോഗ്രാം വഴി. ആ മൈക്രോ കൺട്രോളേഴ്സ് നമ്മുടെ വരുന്ന മസിൽ സിഗ്നൽസിൽ നിന്നുള്ള അൺവാണ്ടഡ് വേവ്സ് എലിമിനേറ്റ് ചെയ്തിട്ട് ആ ഇലക്ട്രിക്കൽ സിഗ്നൽസ് നമ്മൾ സെർവോ മോട്ടോറിലോട്ട് കണക്ട് ചെയ്യും. ആ സെർവോ മോട്ടറാണ് നമുക്ക് ഏത് മൂവ്മെൻ്റ് ആണ് എന്നുള്ളതനുസരിച്ച് മൂവ്മെൻറ്റ്സ് ഇത് ആക്ഷൻസ് കാണിക്കുന്നത്. തൊടുപുഴ മാർക്കറ്റ് റോഡിൽ സബല്ല മൾട്ടി ഡിസൈനർ സ്റ്റോറിന് എതിർവശം ഫാബ്രിക്സ് ബൈ സബല്ല എന്ന പേരിൽ സബല്ലയുടെ എക്സ്ക്ലൂസീവ് റണ്ണിംഗ് ഫാബ്രിക് സെക്ഷൻ പ്രവർത്തനം ആരംഭിച്ചു. എല്ലാവിധ മെറ്റീരിയൽസും റണ്ണിംഗ് ഫാബ്രിക് സെക്ഷനിൽ നിന്നും ലഭ്യമാണെന്നും ഉപഭോക്താക്കളുടെ ആവശ്യപ്രകാരമാണ് ഈ പുതിയ സെക്ഷൻ ആരംഭിച്ചതെന്നും സബല്ല മാനേജ്മെന്റ് അറിയിച്ചു. തൊടുപുഴ മാർക്കറ്റ് റോഡിൽ സബല്ല മൾട്ടി ഡിസൈനർ സ്റ്റോറിന് എതിർവശം ഫാബ്രിക്സ് ബൈ സബല്ല എന്ന പേരിൽ സബല്ലയുടെ എക്സ്ക്ലൂസീവ് റണ്ണിംഗ് ഫാബ്രിക് സെക്ഷൻ പ്രവർത്തനം തുടങ്ങി. കോട്ടൺ, ചന്തേരി, ഹാൻഡ് വർക്ക് മെറ്റീരിയൽസ്, അക്കോബ, മൊഡാൾ തുടങ്ങി എല്ലാവിധ മെറ്റീരിയൽസും ഇവിടെ നിന്നും ലഭ്യമാണ്. പുറത്തു നിന്നുള്ള വസ്ത്രങ്ങളുടെ സ്റ്റിച്ചിങ്ങിനും കസ്റ്റമൈസേഷനും ബ്രൈഡൽ വർക്സിനും വേണ്ടി ഇവിടെ സ്റ്റിച്ചിങ് യൂണിറ്റും പ്രവർത്തിച്ചു വരുന്നു. നീതുവും സീലിയയും ചേർന്നാണ് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. നമസ്കാരം, ഞാൻ നീതു. ഞാൻ സീലിയ. സബല്ല ദ ബ്രാൻഡ്സ് കളക്റ്റീവിൻ്റെ പുതിയ സംരംഭമായ ഫാബ്രിക്സ് ബൈ സബല്ലയുടെ തുടക്കം കുറിച്ച ദിവസമാണിന്ന്. 1.5 വർഷം മുന്നേ നമ്മൾ തൊടുപുഴയിൽ ഒരു പുതിയ കോൺസെപ്റ്റുമായിട്ടാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റോർ വന്നത്, ദ മൾട്ടി ബ്രാൻഡ് സ്റ്റോർ. എറണാകുളം പോലെയുള്ള വലിയ ടയർ സിറ്റീസിൽ മൾട്ടി ബ്രാൻഡ് സ്റ്റോഴ്സ് കോമൺ ആയിരുന്ന സമയത്താണ് നമ്മൾ തൊടുപുഴയിൽ ആദ്യമായിട്ടൊരു മൾട്ടി ഡിസൈനർ സ്റ്റോർ കൊണ്ടുവന്നത്. അത് ദൈവാനുഗ്രഹത്താൽ നിങ്ങൾ തന്ന സഹകരണം കൊണ്ട് നന്നായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഡിമാൻഡ് റിയലൈസ് ചെയ്ത് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത ഒരു പുതിയ സെക്ഷനാണ് റണ്ണിങ് ഫാബ്രിക്സ് ബൈ സബല്ല. ഇവിടെ നമുക്ക് ലോകോത്തര മേന്മയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക്സ് എല്ലാ തുണിത്തരങ്ങളും ലഭ്യമാണ്. എല്ലാവരുടെയും ആവശ്യങ്ങൾക്കനുസരിച്ച് എല്ലാവർക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള റണ്ണിങ് കളക്ഷൻസിൻ്റെ ഒരു ബിഗ് കളക്ഷനാണ്, ഒരു ക്യൂറേറ്റഡ് കളക്ഷനാണ് നമ്മുടെ. അപ്പോൾ സബല്ലയ്ക്ക് തന്ന സ്നേഹവും സഹകരണവും തുടർന്നും ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു. എല്ലാവരും വരണം, ഒരിക്കലെങ്കിലും വന്ന് ഷോപ്പ് ചെയ്യണം, എന്നാൽ പിന്നെയും നിങ്ങൾ വരുമെന്നുള്ളത് ഞങ്ങൾക്ക് ഗ്യാരണ്ടിയുള്ള കാര്യമാണ്.
സബലയിലെ ജീവനക്കാരുൾപ്പെടെയുള്ളവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ഇന്ത്യൻ റിപ്പബ്ലിക് ദിന പരേഡിൽ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ NCC ബാൻഡ് അംഗങ്ങളെ തൊടുപുഴ മർച്ചന്റ്സ് യൂത്ത് വിങ്ങും തൊടുപുഴ മുനിസിപ്പാലിറ്റിയും സോക്കർ സ്കൂളും നാഷണൽ കേഡറ്റ് കോർപ്സ് ന്യൂമാൻ കോളേജും ചേർന്ന് ആദരിച്ചു. തൊടുപുഴ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസ്സി ആന്റണി യോഗം ഉദ്ഘാടനം ചെയ്തു. ന്യൂമാൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ചെന്നി കെ അലക്സ് അധ്യക്ഷത വഹിച്ചു. നിരവധി വിശിഷ്ട വ്യക്തികൾ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഇന്ത്യൻ റിപ്പബ്ലിക് ദിന പരേഡിൽ ചരിത്രത്തിലാദ്യമായി കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ NCC ബാൻഡ് അംഗങ്ങളെ തൊടുപുഴ മർച്ചന്റ്സ് യൂത്ത് വിങ്ങും തൊടുപുഴ മുനിസിപ്പാലിറ്റിയും സോക്കർ സ്കൂളും നാഷണൽ കേഡറ്റ് കോർപ്സ് ന്യൂമാൻ കോളേജും ചേർന്ന് ആദരിച്ചു. തൊടുപുഴ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസ്സി ആന്റണി യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ആരും NCC കേഡറ്റ്സ് 29 പേരും അവരെ ആരെയും മാറ്റി നിർത്തിയില്ല. കോളേജിൽ ആകെയുള്ള 29 NCC കേഡറ്റ്സ് ആണ്. അവരെ മുഴുവൻ പേരെയും ഒരുപോലെ തയ്യാറാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളത് ഒരു സാധാരണക്കാരന്, ഒരു നാട്ടിൻ പുറത്തുകാരന്, വലിയ കഴിവും ശേഷിയും ഒന്നും ഇല്ലാത്ത ആളെന്ന് പരിഗണിക്കപ്പെടുന്നവർക്ക് പോലും ആവശ്യമായിട്ടുള്ള പിന്തുണയും പ്രോത്സാഹനവും നൽകിയാൽ എവിടം വരെ അവരെ എത്തിക്കാൻ സാധിക്കുമെന്നുള്ളതിൻ്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണമാണ്. ഈ അവസരത്തിൽ ഇവരോടൊത്തുചേർന്ന് ഇവരെ ആദരിക്കുന്നതിന് പ്രധാനമായിട്ടും തയ്യാറായിട്ട് വന്നിട്ടുള്ളത് തൊടുപുഴ മെർച്ചന്റ്സ് യൂത്ത് വിങ് ആണ്. അവരെയും അതുപോലെ തന്നെ ഏത് രംഗത്തും നന്മ പ്രവർത്തികളെ ആദരിക്കുന്ന, അംഗീകരിക്കുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന സോക്കർ സ്കൂളിന്റെ ഡയറക്ടർ, വലിയ ശബ്ദങ്ങളൊന്നുമില്ല, പ്രവർത്തനത്തിലാണ് അദ്ദേഹത്തിന്റെ ശ്രദ്ധ. ശ്രീ സലിം കുട്ടിയെയും പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ന്യൂമാൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജെന്നി കെ അലക്സ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമ അന്തരീക്ഷത്തിൽ നിന്ന് വന്ന് ഈ കോളേജിൽ പഠിച്ച് ഡൽഹിയിൽ വമ്പൻ ടീമിന്റെ കൂടെ മത്സരിച്ച് പ്രൈം മിനിസ്റ്ററുടെയും പ്രസിഡന്റിന്റെയും റാലിയിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാരപ്പെട്ട കാര്യമല്ല. ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ എല്ലാവരും വളരെ അസൂയയോടെ നോക്കിക്കണ്ട ഒരു നിമിഷം, ഗ്രാമപ്രദേശങ്ങളിൽ നിന്നുമുള്ള പെൺകുട്ടികൾ ഡൽഹിയിൽ പരേഡിൽ ചുവടുവെച്ചപ്പോൾ ഇവിടെ ഒരുപാട് പേരുടെ കണ്ണ് നിറഞ്ഞൊഴുകി. മാതാപിതാക്കളുടെ, മാനേജ്മെന്റിന്റെ, അധ്യാപകരുടെ എന്നുവേണ്ട എല്ലാവരുടെയും, തൊടുപുഴ ഇടുക്കി നിവാസികളുടെ എല്ലാം അത്രയും പരിശ്രമത്തിലൂടെയാണ്, കഠിനാധ്വാനത്തിലൂടെയാണ് ഇവര് തളർത്ത് പൂത്തു നിൽക്കുന്നത്. ന്യൂമാൻ കോളേജ് മുൻ വൈസ് പ്രിൻസിപ്പൽ റവറൻ ഡോക്ടർ മാനുവൽ പിച്ചിലക്കാട്ടിൽ അനുഗ്രഹ പ്രഭാഷണം നിർവഹിച്ചു. ന്യൂമാൻ കോളേജ് നമുക്കറിയാം, ഇന്ത്യയിലെ മുഖ്യധാര കോളേജുകളിൽ ഒന്നായി മാറിക്കഴിഞ്ഞു. നമ്മുടെ പേര് ഡൽഹിയിൽ പ്രതിധ്വനിച്ചപ്പോൾ തീർച്ചയായിട്ടും എത്രയോ ആളുകളെ ന്യൂമനൈറ്റ്സിന്റെ ഹൃദയം തീർച്ചയായിട്ടും പ്രകമ്പനം കൊണ്ടു എന്നതിൽ യാതൊരു സംശയവുമില്ല. അഭിമാനത്തിന്റെ ദിവസമായിരുന്നു അത്. അഭിമാനത്തിന്റെ നിമിഷമായിട്ട് ഞാൻ ഇത് കാണുന്നു. നിങ്ങളുടെ പരേഡുകൾ ഇതിനു മുമ്പുള്ള ടീമിന്റേത് എല്ലാ വർഷവും വന്നിരുന്ന് കണ്ടിരുന്നു. റിട്ടയർ ചെയ്തിട്ട് 3-ാം വർഷമാണ്. കഴിഞ്ഞ 3 വർഷങ്ങളിൽ കാണുവാൻ സാധിച്ചില്ല, 2 വർഷങ്ങളിൽ കാണുവാൻ സാധിച്ചില്ല. വീണ്ടും ഗതകാല സ്മരണകൾ അയവിറക്കും വിധത്തിൽ ഒരിക്കൽ കൂടി കാണുവാനുള്ള അവസരത്തിനായി എന്നെ ക്ഷണിച്ചതിന് പ്രത്യേകം നന്ദി പറയുന്നു. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണിയിൽ മുഖ്യ പ്രഭാഷണം നടത്തി. CK നവാസ്, ജോർജ് കുട്ടി ജോസഫ്, ന്യൂമാൻ കോളേജ് ബെർസർ ഫാദർ ബെൻസൺ എൻ ആന്റണി, PA സലിംകുട്ടി എന്നിവർ ആശംസകൾ നേർന്നു. പ്രശാന്ത് കുട്ടപ്പാസ് സ്വാഗതവും ക്യാപ്റ്റൻ പ്രജീഷ് C മാത്യു നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. അൽ-അസർ കോളേജിൽ 17 മുതൽ 23 വരെ ദസ്തക് എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന MG യൂണിവേഴ്സിറ്റി കലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായെന്ന് യൂണിയൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
ആദ്യമായി ഓൺലൈൻ സംവിധാനത്തിലൂടെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കിയ കലോത്സവമാണിത്. കൂടാതെ ഈ വർഷം പുതിയതായി ചേർത്ത 15 മത്സര ഇനങ്ങൾ ഉൾപ്പെടെ 90 ഇനങ്ങളാണ് ഉള്ളതെന്നും അവർ പറഞ്ഞു. അൽനസർ കോളേജിൽ 17 മുതൽ 23 വരെ ദസ്തക് എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി കലോത്സവത്തിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായെന്ന് യൂണിയൻ ഭാരവാഹികൾ അറിയിച്ചു. ആദ്യമായി ഓൺലൈൻ സംവിധാനത്തിലൂടെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കിയ കലോത്സവമാണ് ഇത്. ഈ വർഷം പുതിയതായി 15 മത്സര ഇനങ്ങളാണ് ചേർത്തിരിക്കുന്നത്. 278 കോളേജുകളിൽ നിന്നായി 6039 കുട്ടികൾ 80 ഇനങ്ങളിലായി മത്സരിക്കും. വലിയ മത്സര സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ 9 പ്രതിഭകളുടെ പേരാണ് ഓരോ വേദികൾക്കും നൽകിയിരിക്കുന്നത്. ഉദ്ഘാടന സമ്മേളനം 17-ാം തീയതി 7 മണിക്ക് വേദി ഒന്നിൽ വെച്ച് കേരളം എന്ന് പറഞ്ഞ വേദി നൽകിയിട്ടുള്ള വേദി ഒന്നിൽ വെച്ച് സംഘടിപ്പിക്കും. ഉദ്ഘാടന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പ്രശസ്ത സാഹിത്യകാരനായിട്ടുള്ള TV ഷാജികുമാറാണ്. അതുപോലെ തന്നെ ലൗലി എന്ന സിനിമയുടെ അഭിനേതാക്കളായിട്ടുള്ള മാത്യു തോമസ്, ജിയോമൻ, ആഷ്ലി, ഐശ്വര്യ മനോഹർ എന്നിവരും ഇതിൽ പങ്കെടുക്കും. കൂടാതെ തന്നെ കേരളത്തിലെ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലുള്ള ഒട്ടേറെ പ്രമുഖ യോഗത്തിൽ പങ്കുചേരും. സമാപന സമ്മേളനം 23-ാം തീയതി പ്രശസ്ത സിനിമാ താരം ആസിഫ് അലി ഉദ്ഘാടനം ചെയ്യും. സമാപന സമ്മേളനത്തിൽ ആസിഫ് അലി ഉദ്ഘാടനം നിർവഹിക്കും. പ്ലാസ്റ്റിക് വിമുക്തമായാണ് കലോത്സവത്തിനായുള്ള വേദികളിലേത് ഉൾപ്പെടെയുള്ള എല്ലാവിധ അലങ്കാരങ്ങളും നടത്തിയിരിക്കുന്നത്. 100-ലേറെ ഗ്രീൻ റൂമുകളാണ് 5 കെട്ടിടങ്ങളിലായി ഒരുക്കിയിരിക്കുന്നത്. ഭക്ഷണം, താമസം എന്നിവ അതത് കോളേജുകളിൽ തന്നെയാണ്. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ MS ഗൗതം, സഞ്ജീവ സഹദേവൻ, ശരത് പ്രസാദ്, സെനറ്റ് മെമ്പർ അരുൺകുമാർ, ആത്മജ് ജോയ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. അടിമാലി ഗ്രാമപഞ്ചായത്തിന് കീഴിൽ കൂമ്പൻപാറയിൽ പ്രവർത്തിക്കുന്ന പൊതു ശ്മശാനത്തിന്റെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. 28 ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ചാണ് അറ്റകുറ്റപ്പണികൾ നടത്തുന്നത്. അറ്റകുറ്റപ്പണികളുടെ അഭാവം മുമ്പ് പൊതു ശ്മശാനവുമായി ബന്ധപ്പെട്ട് പരാതികൾക്ക് ഇടവരുത്തിയിരുന്നു. ശാന്തി കവാടം എന്ന പേരിലാണ് കൂമ്പൻപാറയിൽ അടിമാലി ഗ്രാമപഞ്ചായത്തിന് കീഴിൽ പൊതുശ്മശാനം പ്രവർത്തിക്കുന്നത്. അടിമാലിയുടെ സമീപ പഞ്ചായത്തുകളും പൊതുശ്മശാനത്തിന്റെ സേവനം പ്രയോജനപ്പെടുത്തുന്നുണ്ട്. എന്നാൽ നാളുകളായി അറ്റകുറ്റപ്പണികൾ നടക്കുന്നില്ലെന്ന പരാതി പൊതുശ്മശാനവുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണിപ്പോൾ പൊതുശ്മശാനത്തിന്റെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചിട്ടുള്ളത്. 28 ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ചാണ് അറ്റകുറ്റപ്പണികൾ നടത്തുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ ക്രിമിറ്റോറിയത്തിന്റെ മെയിൻ്റനൻസ് വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിരവധി പത്രവാർത്തകളൊക്കെ വന്നിരുന്നു. ക്രിമിറ്റോറിയത്തിൻ്റെ ചില അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടും മെഷീനുകളിലെ കംപ്ലൈൻറ്റൊക്കെ മാറ്റുന്നതിനുള്ള നടപടികളാണ് പഞ്ചായത്ത് സ്വീകരിച്ചിരിക്കുന്നത്. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസസ് ആണ് അത് കണ്ടക്ട് ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള വർക്കുകൾ ആരംഭിച്ചു. തൊട്ടടുത്ത് മൂന്നാറാണ് നമുക്ക് വേറെ ക്രിമിറ്റോറിയം അവൈലബിൾ ആയിട്ടുള്ളത്. അതിനാൽ എന്തെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടായാൽ മൂന്നാറ് ഗ്രാമപഞ്ചായത്തിൻ്റെ ക്രിമിറ്റോറിയം ഉപയോഗിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് കൂടി അറിയിക്കുന്നു. എത്രയും പെട്ടെന്ന് പണികൾ പൂർത്തീകരിച്ച് തുറക്കുമെന്നാണ് അറിയിക്കാനുള്ളത്. 1 മാസക്കാലം കൊണ്ട് അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കാമെന്നാണ് ഗ്രാമപഞ്ചായത്തിന്റെ പ്രതീക്ഷ. ഏറ്റവും ആവശ്യഘട്ടത്തിൽ മൂന്നാറിൽ പ്രവർത്തിക്കുന്ന പൊതുശ്മശാനം ഉപയോഗിക്കാൻ ക്രമീകരണം ഒരുക്കിയ ശേഷമാണ് നവീകരണത്തിനായി കൂമ്പൻപാറയിലെ ശ്മശാനം അടച്ചിട്ടുള്ളതെന്നും ഗ്രാമപഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. ശ്മശാനത്തിനുള്ളിൽ സ്ഥാപിച്ചിട്ടുള്ള യന്ത്രസാമഗ്രികളുടെ അടക്കം നവീകരണ ജോലികൾ പൂർത്തിയാക്കും. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസസ് ആണ് നവീകരണ ജോലികൾ എടുത്തിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, അടിമാലി. മാലിന്യം നിക്ഷേപിക്കുന്നവരുടെ വീടുകളിൽ തന്നെ മാലിന്യം തിരികെ എത്തിച്ച് കട്ടപ്പന നഗരസഭ. കല്യാണത്തണ്ട് സ്വദേശിയുടെയും കട്ടപ്പന സ്വദേശിയുടെയും വീടുകളിൽ ഇത്തരത്തിൽ ഇവർ വലിച്ചെറിഞ്ഞ മാലിന്യങ്ങൾ തിരികെ എത്തിച്ചു. മാലിന്യ നിക്ഷേപത്തിനെതിരെ കർശനമായ നടപടിയിലേക്ക് കടക്കാനാണ് നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ തീരുമാനം. വ്യത്യസ്ത നടപടികളുമായിട്ടാണ് കട്ടപ്പന നഗരസഭ മാലിന്യ നിക്ഷേപത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടെത്തി ഇതേ മാലിന്യങ്ങൾ അവരവരുടെ വീടുകളിൽ തന്നെ തിരികെ എത്തിക്കാനാണ് നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ തീരുമാനം. പൊതുസ്ഥലങ്ങളിലും പൊതു ഇടങ്ങളിലും വലിച്ചെറിയുന്ന മാലിന്യങ്ങളിൽ നിന്നും പേര് വിവരങ്ങൾ കണ്ടെത്തി അവ നിക്ഷേപിച്ചവർക്ക് തന്നെ കൈമാറുന്നു. അതോടൊപ്പം പിഴയും ചുമത്തും. പൊതുസ്ഥലത്ത് മാലിന്യം വലിച്ചെറിഞ്ഞ കട്ടപ്പന സ്വദേശിയുടെയും കല്യാണത്തണ്ട് സ്വദേശിയുടെയും മേലാണ് നടപടികൾ സ്വീകരിച്ചത്. മാലിന്യ നിക്ഷേപത്തിനെതിരെ ഇത്തരത്തിലെ നടപടികൾ സ്വീകരിക്കുമ്പോൾ നഗരത്തിനുള്ളിൽ നിക്ഷേപം ഒരു പരിധിവരെ തടയാനാകുമെന്നാണ് അധികൃതരുടെ വിശ്വാസം. ഇവിടെ ഈ റോഡ് വെക്കൽ ഒരു മെത്ത കഴിഞ്ഞ ദിവസം കൊണ്ട് ഉപേക്ഷിച്ചതായിട്ട് അറിവ് കിട്ടി. അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് ഈ സോമൻ തായ്പറമ്പിൽ എന്ന് പറയുന്ന വീട്ടിൽ നിന്നാണ് ആ മെത്ത കൊണ്ടിട്ടേക്കുന്നത്. നമ്മളൊരു ഭാഗത്തു നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്ത് വരുമ്പം ഓരോ സൈഡിൽ ആൾക്കാർ അനധികൃതമായിട്ട് കൊണ്ട് മാലിന്യങ്ങൾ തള്ളിയാണ്. അപ്പോൾ എന്തായാലും ഇവർക്ക് ഈ മെത്ത തിരിച്ചു കൊടുക്കുകയും അതോടൊപ്പം തന്നെ ഫൈനും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പം ആദ്യം നോട്ടീസ് കൊടുക്കും, പിന്നെ ഒരു അപേക്ഷ തരുന്നതനുസരിച്ച് മാക്സിമം 2000 രൂപ
കിട്ടുന്ന അഡ്രസ്സ് കിട്ടുകയാണെങ്കിൽ അവിടെ കൊണ്ടെത്തിക്കും, അതല്ലെങ്കിൽ ഫൈൻ അടിച്ചു കൊടുക്കും. കർശനമായ നടപടിയിലേക്ക് കടക്കാനാണ് നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. കോതമംഗലം ബ്ലോക്കിലെ പല്ലാരിമംഗലത്ത് നവീകരിച്ച പഞ്ചായത്ത് സ്റ്റേഡിയം 16-ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ നാടിന് സമർപ്പിക്കുമെന്ന് ആന്റണി ജോൺ MLA അറിയിച്ചു. സ്റ്റേഡിയം നവീകരണത്തിനായി സംസ്ഥാന സർക്കാർ 1 കോടി രൂപയാണ് അനുവദിച്ചിരുന്നത്. പഞ്ചായത്തിലെ കായിക പ്രേമികളുടെ വർഷങ്ങളായിട്ടുള്ള ആവശ്യമാണ് ഇപ്പോൾ സാധ്യമായിരിക്കുന്നതെന്നും MLA കൂട്ടിച്ചേർത്തു. നവീകരിച്ച പല്ലാരിമംഗലം പഞ്ചായത്ത് സ്റ്റേഡിയം 16-ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ നാടിന് സമർപ്പിക്കുമെന്ന് ആന്റണി ജോൺ MLA അറിയിച്ചു. ഒട്ടേറെ വർഷങ്ങളായിട്ടുള്ള പഞ്ചായത്തിലെ കായിക പ്രേമികളുടെ പ്രധാന ആവശ്യമായിരുന്നു പഞ്ചായത്തിലെ സ്റ്റേഡിയം നവീകരിക്കണമെന്നുള്ളത്. അതാണിപ്പോൾ സാധ്യമായിട്ടുള്ളത്. സ്റ്റേഡിയം നവീകരണത്തിനായി സംസ്ഥാന സർക്കാർ 1 കോടി രൂപയാണ് അനുവദിച്ചിരുന്നത്. സ്റ്റേഡിയം നവീകരണത്തിൽ ഗ്രൗണ്ട് ഡെവലപ്മെന്റ്, ഗ്യാലറി, ടോയ്ലറ്റ് ബ്ലോക്ക്, ഡ്രെയിനേജ്, റീറ്റെയിനിംഗ് വാൾ, ഫെൻസിംഗ്, ഫ്ലഡ് ലൈറ്റ്, അനുബന്ധ സിവിൽ ആൻഡ് ഇലക്ട്രിഫിക്കേഷൻ, ഗ്രൗണ്ട് ലെവലിംഗ്, ഇന്റർലോക്ക്, സ്റ്റേഡിയത്തിലെ പിൻഭാഗത്തെ ഡ്രെയിനേജ് എന്നീ പ്രവർത്തികൾ ഉൾപ്പെടുത്തിയാണ് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. ക്ലബ്ബുകളുടെയും കൂട്ടായ്മകളുടെയും ഒക്കെ ഒരു വലിയ ആവശ്യമായിരുന്നു ഒരു നല്ല സ്റ്റേഡിയം, ഒരു ഫെർട്ടിലൈറ്റ് സംവിധാനമുള്ള, ഗ്യാലറി സൗകര്യമുള്ള നല്ലൊരു സ്റ്റേഡിയം വേണമെന്നുള്ള ആ ഒരു ആവശ്യം ഏതായാലും ഇപ്പോൾ അത് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. 1ാം പിണറായി സർക്കാരിൻ്റെ അവസാന വർഷക്കാലത്താണ് ഈ സ്റ്റേഡിയത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾക്കായി 1 കോടി രൂപ നീക്കിവെക്കുകയും പിന്നീട് ആ ഘട്ടത്തിൽ നമുക്കറിയാം കോവിഡുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പ്രതിസന്ധികൾ ഉണ്ടായെങ്കിലും പിന്നീട് കരാറുകാർ ഏറ്റെടുക്കാൻ തയ്യാറായി. അതിൻ്റെ തുടർച്ചയിലാണ് നമ്മളിപ്പോൾ ഇന്ന് കാണുന്ന നിലയിൽ വളരെ മനോഹരമായി ഈ ഒരു സ്റ്റേഡിയത്തിന് ആവശ്യമായ എല്ലാ സൗകര്യത്തോടും കൂടി ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. ഞായറാഴ്ച 3 മണിക്ക് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ കായിക വകുപ്പ് മന്ത്രി ശ്രീ അബ്ദുൾ റഹ്മാൻ ഇവിടെ നേരിട്ടെത്തി ഈ സ്റ്റേഡിയം നാടിന് സമർപ്പിക്കുകയാണ്. എല്ലാ കായിക പ്രേമികളെയും പൊതുജനങ്ങളെയും എല്ലാം ആ ഉദ്ഘാടന വേളയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. ഇളന്തേശം ഫോക്കസ് ബ്ലോക്ക് ക്ഷീര ശ്രീ വനിതാ ഗ്രൂപ്പുകൾക്ക് പശുവാങ്ങൽ നൂതന പദ്ധതി ഉദ്ഘാടനവും ബ്ലോക്ക് ക്ഷീര കർഷക സംഗമവും നടത്തി. സംസ്ഥാന ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. PJ ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. വനിതാ ഗ്രൂപ്പുകൾക്ക് പശുവിതരണ പദ്ധതി ഇളംദേശം ബ്ലോക്കിന് കീഴിൽ ഇഞ്ചിയാനിൽ സംസ്ഥാനതല ഉദ്ഘാടനം നടന്നു. ഇളംദേശം ഫോക്കസ് ബ്ലോക്ക് ക്ഷീരശ്രീ വനിതാ ഗ്രൂപ്പുകൾക്കുള്ള പശുവാങ്ങൽ നൂതന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ക്ഷീരമൃഗവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു. അതിലാണ് കന്നുകുട്ടി പരിപാലനം 1 വർഷം നിർത്തലാക്കിയപ്പോൾ കേരളത്തിലെ ക്ഷീരകർഷകർ ഞങ്ങൾക്ക് ആ പദ്ധതി നടപ്പിലാക്കണമെന്ന ആവശ്യം ഉയർന്നു വീണ്ടും വന്നപ്പോൾ ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം, നമ്മുടെ ഈ വർഷം മാർച്ച് അവസാനിക്കുന്നതിനകം 22 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് കന്നുകുട്ടി പരിപാലനം എന്ന പേരിൽ നമ്മുടെ 4 മാസം മുതൽ ആ പശുക്കളുടെ പ്രസവം വരെ അതിനെ വളർത്തിയെടുക്കുവാൻ അവർക്ക് തീറ്റയിൽ പകുതി സബ്സിഡി കൊടുത്തുകൊണ്ടാണ് കന്നുകുട്ടി പരിപാലനം എന്നും കേരളത്തിൽ വിജയകരമായി നമുക്ക് നടപ്പിലാക്കുവാൻ കഴിയും. കേരളത്തിലെ ക്ഷീരകർഷകരെ സംബന്ധിച്ച് അവരുടെ പാലിൻ്റെ വില നാം എടുത്ത് പരിശോധിച്ചാൽ നമ്മുടെ സംസ്ഥാനത്ത് ഇന്ത്യയിലെടുത്ത് പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പാലിന് വില കൊടുക്കുന്ന ഒരു സംസ്ഥാനം കേരളമാണ്. നിങ്ങളിപ്പോൾ തന്നെ പരിശോധിച്ചാൽ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ 1 ലിറ്റർ പാലിന് നമ്മൾ 6 രൂപ വർദ്ധിക്കുകയും അതിൽ 5 രൂപ സംതിങ്ങും കേരളത്തിലെ കർഷകർക്ക് തന്നെ കിട്ടുന്ന തരത്തിലുള്ള നിലപാടുകളെടുത്ത് മുന്നോട്ട് പോവുകയും നമുക്ക് ചെയ്യും. ഇഞ്ചിയാനി ക്ഷീരസംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ മാർട്ടിൻ ഡി പോറസ് പാരിഷ് ഹാളിൽ നടന്ന ചടങ്ങിൽ PJ ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി തോമസ് കാവാലം, മിൽമ ചെയർമാൻ CN വത്സൻപിള്ള, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജാൻസി മാത്യു, MA ബിജു, MK മോഹൻദാസ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ജിജി സുരേന്ദ്രൻ, ബ്ലോക്ക് ജനപ്രതിനിധികളായ അഡ്വക്കേറ്റ് ആൽബർട്ട് ജോസ്, KS ജോൺ, നൈസി ഡെനിൽ, ആൻസി സോജൻ, ടെസിമോൾ മാത്യു, ഷൈനി സന്തോഷ്, മിനി ആന്റണി, ഡാനിമോൾ വർഗീസ്, സ്വാഗത സംഘം ചെയർമാൻ റോയി കോക്കാട്ട്, K സലിംകുമാർ, ഡയറി ഓഫീസർ MB സുധീഷ് എന്നിവർ പ്രസംഗിച്ചു. ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ, ക്ഷീരസംഘം ഭാരവാഹികൾ, ക്ഷീര കർഷകർ തുടങ്ങി നിരവധി ആളുകൾക്കൊപ്പം വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ മന്ത്രിയെ വേദിയിലേക്ക് ആനയിച്ചു. ഇതിനോടൊപ്പം വിവിധ വിഷയങ്ങളിൽ സെമിനാറും എക്സിബിഷനും സംഘടിപ്പിച്ചു. ക്ഷീരമേഖലയിൽ പ്രാവീണ്യം തെളിയിച്ചവർക്ക് ഇളംദേശം ബ്ലോക്ക് നൽകിയ മൊമെന്റോകൾ മന്ത്രി ചിഞ്ചുറാണി വിതരണം ചെയ്തു. അടുത്തതായി
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ക്ഷീര കർഷകർക്ക് കേരള ബാങ്കുമായി ചേർന്ന് വായ്പ ലഭ്യമാക്കുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. ഫോക്കസ് ബ്ലോക്ക് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും ക്ഷീര കർഷക അവാർഡ് വിതരണവും തൊടുപുഴയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഉപഭോക്താവിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി IAS. തൊടുപുഴ നഗരസഭ 7ാം വാർഡിൽ പണി കഴിപ്പിച്ച വനിതാ വികസന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ സബീന ബിഞ്ചു ഉദ്ഘാടനം നിർവഹിച്ചു. ശാസ്ത്ര സാങ്കേതിക വഴികളിലെ പുതുപുത്തൻ ആശയങ്ങളുമായി ഇന്നൊവേഷൻ എക്സ്പോ എഞ്ചിനെക്സ് 2025 വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്നു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KK രാജൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ റിപ്പബ്ലിക് ദിന പരേഡിൽ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ NCC ബാൻഡ് അംഗങ്ങളെ തൊടുപുഴ മർച്ചന്റ് യൂത്ത് വിങ്ങും തൊടുപുഴ മുനിസിപ്പാലിറ്റിയും സോക്കർ സ്കൂളും നാഷണൽ കേഡറ്റ്സ് കോർപ്സ് ന്യൂമാൻ കോളേജും ചേർന്ന് ആദരിച്ചു. തൊടുപുഴ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസ്സി ആന്റണി യോഗം ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.